ഇത് അടിച്ചു പൊട്ടിക്കണോ? അടിച്ചു പൊട്ടിക്കണം. നിങ്ങൾ അടിച്ചാൽ പൊട്ടത്, പക്ഷെ ഞാൻ അടിച്ചാൽ പൊട്ടും. ഓ ആയിക്കോട്ടെ, ഓ പൊട്ടിക്കട്ടെ, പൊട്ടിക്കോ നോക്കൂ. ഇതിപ്പോ ഞാൻ അടിച്ചോട്ട് പോലും പൊട്ടില്ല, ശരിയാണ്. സ്റ്റോൺ ഒന്നും പോയിട്ടില്ല, സ്ട്രോങ് തന്നെയാണ്. പക്ഷെ ഇത് വേറെ എന്തെങ്കിലും പരീക്ഷ നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റുമോ? നമ്മൾ തീയിലിട്ട് നോക്കാം. നമുക്ക് കത്തിക്കാം. കത്തിച്ച് നോക്കേ, നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് നോക്കേ, വണ്ടി കയറ്റി നോക്കേ, എന്ത് വേണേ ചെയ്തു. അങ്ങനെ എല്ലായിടത്തും അല്ല, ഒരു സൈഡിൽ ഫോക്കസ് ചെയ്ത് അടിച്ചേ കുറച്ചു നേരം. ഇവിടെ സെൻട്രൽ അടി. പോരട്ടെ. ഒന്നുകൂടെ ബാക്കൂ. നല്ല പമ്പ്. ഇനി നമ്മളുടെ ഇപ്പൊ കയ്യിലുള്ള ഷീറ്റിന്റെ സൗണ്ട് കൂടെ കേൾപ്പിച്ചാൽ അടിക്ക് അങ്ങോട്ട് പോരും. ഒന്നുകൂടെ അടി. സ്റ്റോൺ പോണ്ടോ നോക്കണം. എന്താ പരിപാടി ഇവിടെ? എന്താണോ അവനൊരു സംശയം, ഈ ഷീറ്റിന്റെ സ്റ്റോൺ പോവല്ലോ, ഞങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് അടിച്ചു പൊട്ടിക്കണോ? അടിച്ചു പൊട്ടിക്കണം. നിങ്ങൾ അടിച്ചാൽ പൊട്ടത്, പക്ഷെ ഞാൻ അടിച്ചാൽ പൊട്ടും. ഓ ആയിക്കോട്ടെ, ഓ പൊട്ടിക്കട്ടെ, പൊട്ടിക്കോ നോക്കൂ. ഒന്ന് ശക്തിയിൽ അങ്ങനെ അടിച്ചോളൂ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല കേട്ടോ, ഇതിന്ന് ഒരു സ്റ്റോൺ പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. ഇവിടെ ഉണ്ടോ നോക്കിക്കേ. ഒന്നും പോയിട്ടില്ലല്ലോ. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത്രയ്ക്ക് സ്ട്രോങ്. എന്താ സാധനം ഇത്? നമ്മുടെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്സ് ആണ്. ഇപ്പൊ നമ്മുടെ റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഷീറ്റ്സ് ആണ്. ഇപ്പൊ നമ്മള് വീടിന് റൂഫ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല മോഡേൺ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് റൂഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്സ് ആണ്. നമ്മുടെ മാസ്റ്റർ റൂഫ് എന്ന നമ്മുടെ കമ്പനിയുടെ പേര്. നമ്മുടെ ഓൺ ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് 2 ബ്രാൻഡ്സ് ഈ ഷീറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ വീടുകളൊക്കെ നിർമ്മിക്കുക. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വീടുകളൊക്കെ കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ കൂര പോലൊക്കെ ഉണ്ടാക്കി സ്റ്റൈലായിട്ട് വെച്ചിരിക്കുന്ന, കോൺക്രീറ്റ് വേണ്ടാത്ത അത്തരം ഒരു പ്രോഡക്റ്റ് ആണ്. അങ്ങനെ വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ? അതെ. അടിച്ചിട്ട് പോയിട്ടില്ല. അല്ല, ഇതിപ്പോ ഞാൻ അടിച്ചോട്ട് പോലും പൊട്ടില്ല, ശരിയാണ്. സ്റ്റോൺ ഒന്നും പോയിട്ടില്ല, സ്ട്രോങ് തന്നെയാണ്. പക്ഷെ ഇത് വേറെ എന്തെങ്കിലും പരീക്ഷ നടത്താൻ പറ്റുമോ? നമ്മൾ തീയിലിട്ട് നോക്കാം. നമുക്ക് കത്തിക്കാം. കത്തിച്ച് നോക്കേ, നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് നോക്കേ, വണ്ടി കയറ്റി നോക്കേ, എന്ത് വേണേ ചെയ്തു. ഇതിനൊന്നും സംഭവം. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ ഞാൻ കത്തിക്കാനായിട്ട് പോവാണ്. ഒപ്പം തന്നെ നല്ല ഫോഴ്സിൽ, അതായത് പമ്പിലുണ്ടല്ലോ നമ്മുടെ. അതെ. ഇത്രയും പവറിൽ ഉപയോഗിക്കുന്ന വെള്ളം അടിച്ചു നോക്കും. അതിന്റെ കളർ ഫേഡിങ്ങോ എന്തെങ്കിലും സംഭവിച്ചാൽ ശരി ബാബ. നമ്മളിതാ ഈ ഷീറ്റിനെ 120 ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കാൻ പോവാണ്. അതായത് ഇത് ചൂട് റെസിസ്റ്റന്റിന്റെ പവറും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അതെ, ഇത് ഏത് ബ്രാൻഡാന്ന് പറഞ്ഞു? ഇത് ബ്രാൻഡ് വരുന്നത് നമുക്ക് റോക്ക് ആണ്. അതായത് 0.45 തിക്നെസ് വരുന്ന ബ്രാൻഡ്. അതെ, 45 തിക്നെസ് വരുന്ന ബ്രാൻഡാണ്. അതെ, റോക്ക് എന്ന് പറയും. നമുക്ക് 2 ബ്രാൻഡ് അവൈലബിൾ ഉള്ള സ്പാർക്ക് ഉണ്ട്, റോക്ക് ഉണ്ട്. ബാക്കി പറയാം. ശരി ചേട്ടാ വാ. അങ്ങനെ എല്ലായിടത്തും അല്ല, ഒരു സൈഡിൽ ഫോക്കസ് ചെയ്ത് അടിച്ചേ കുറച്ചു നേരം. ഇവിടെ സെൻട്രൽ അടി. കുറച്ചുകൂടെ കത്തിക്കട്ടെ. ഓ, നിങ്ങൾ എത്ര വേണേലും കത്തിച്ചു, അതിനൊന്നും സംഭവിക്കില്ല. കോൺഫിഡൻസ് ഉണ്ട്. ഓ, നല്ല കോൺഫിഡൻസ്. കുറച്ചുകൂടെ കത്തിക്ക് നോക്കട്ടെ, നമുക്ക് പറ്റുമോ? കത്തോ ഇല്ലെന്ന് അറിയണമല്ലോ. മതി ചേട്ടാ. എന്തേലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും ഇല്ല, ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾക്ക് സാധാരണ കല്ല് പോലും ഇളകി പോകുന്നില്ല. കല്ല് ഇളകി പോവില്ല. അത് എന്ത് ടെസ്റ്റ് ചെയ്താലും നമ്മുടെ കല്ല് ഇളകി പോവില്ല. ഇനി എത്ര ചൂടടിച്ചാലും നമുക്ക് നോർമലി ചൂടുമില്ലെന്നേ. നമ്മുടെ നാട്ടിലൊക്കെ 40 ഡിഗ്രി ടു 50 വരെ കൂട്ടിക്കോ. ഇത് 120 ഡിഗ്രി ചൂടാക്കിയിട്ട് പോലും ഒരു കുഴപ്പമില്ല. ഇവിടെ അധികം ചൂടുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എത്ര ചൂടടിച്ചാലും നമ്മുടെ ഈ റൂമിലേക്ക് ഇതിന്റെ ഹീറ്റ് വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നശിക്കില്ല എന്നുള്ളത്. കത്തിച്ചാൽ പോലും നശിക്കാത്ത ക്വാളിറ്റിയാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇതേ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോവാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി, ഇത് തറയിൽ വീണ പൊട്ടുവോ, ആരെങ്കിലും കയറി നിന്നാൽ ചളുങ്ങുവോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ റെഡിഗോ വണ്ടി ഇതിലൂടെ കയറ്റി ഇറക്കാൻ പോവാണ്. ഇതിന്റെ മോളിൽ കൂടെ തന്നെ കയറ്റി ഇറക്കും. പോരട്ടെ. ഒന്നുകൂടെ ബാക്കോ. ഒരു കുഴപ്പമില്ല, ഒരു പൊട്ടലും ഇല്ല, ഒരു ചീറ്റലും ഇല്ല. ഡബിൾ സ്ട്രോങ് സാധനം അത്.
അല്ലെ? അതെ അതെ. അപ്പൊ ഏത് കാറ്റുള്ള കാലാവസ്ഥയിൽ പോയാലും വല്ല മടലോ തേങ്ങയൊന്നും വീണാലും ഈ സാധനം പൊട്ടില്ല. ചളങ്ങത്ത് പോലും. അതാണ്. നമ്മൾ ഇനി മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടല്ലോ. സാധാരണ ഈ നോർമൽ ഇതുപോലുള്ള ഷീറ്റിൽ വെള്ളം വീഴുമ്പോൾ ഭയങ്കര സൗണ്ട് അല്ലേ? ഇതിന്റെ സൗണ്ടും നമ്മളുടെ ഈ ഒരു ഷീറ്റിന്റെ സൗണ്ടും ചെക്ക് ചെയ്യാം. പമ്പ് ചെയ്തേ, വെള്ളം പമ്പ് ചെയ്തേ. സൗണ്ട് കണ്ടോ? ഭയങ്കര സൗണ്ട് അല്ലേ? അതായത് നമുക്ക് എന്താ പറയാ, മഴ പെയ്യുമ്പോ, ഹെവി റെയിൻ ഒക്കെ പെയ്യുമ്പോ താഴെ നമുക്ക് കിടന്നുറങ്ങും, ഭയങ്കര സൗണ്ട് അല്ലേ? ഇനി നമ്മളുടെ ഇപ്പൊ കയ്യിലുള്ള ഷീറ്റിന്റെ സൗണ്ട് കൂടെ കേൾപ്പിച്ചാണ്. കണ്ടോ? ഞാൻ സംസാരിക്കുക കേൾക്കാൻ പറ്റുന്നുണ്ടോ? വളരെ സൈലന്റ് ആണ്. ഇത്ര ഫോഴ്സിൽ, അതായത് മഴയേക്കാൾ 20 ഇരട്ടി ഫോഴ്സിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് സൈലന്റ് ആയത് കണ്ടോ? ഇതാണ് ഇതിന്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിശക്തമായ മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മളുടെ മഴയുടെ ഫോഴ്സ് എത്രയാണെന്ന് അറിയാലോ. എന്നാൽ മഴയുടെ ഫോഴ്സിന്റെ 20 ഇരട്ടിയോളം, അതായത് 3.5 ബാർ വാട്ടർ പവറിൽ വെള്ളം പമ്പ് ചെയ്യാൻ പോവാണേ. നമുക്ക് നോക്കാം ഇതിന് എന്തെങ്കിലും സംഭവിക്കും. നമുക്ക് നോക്കാം. നല്ല പമ്പ്, നല്ല പമ്പ്. ഓക്കെ, അതായത് മഴയുടെ സാധാരണ ഹെവി റെയിനിന്റെ 20 ഇരട്ടി പവറിലാണ്, 3.5 ബാർ വാട്ടർ പവറിലാണ് നമ്മളിത് പമ്പ് ചെയ്തതിലേക്ക്. ഒരു സ്റ്റോൺ പോലും ഇതിൽ നിന്ന് ഇളകി പോയിട്ടില്ല. ഇല്ല, നമ്മുടെ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റോൺസ് നമ്മൾ ഇതിൽ ഗം ചെയ്തിരിക്കുന്നത്. അതിന്റേതായ ഒരു ക്വാളിറ്റി അത് കാണിക്കും. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, തല്ലി പൊട്ടിച്ചാലും, വെള്ളം അടിച്ചാലും, തീ കത്തിച്ചാലും ഒന്നും അതിന്റെ സ്റ്റോൺ കിട്ടും സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അതെ അതെ. സംഗതി പുലിയാണല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്ത് നോക്കി. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്തൊക്കെയാണ്? അതായത് ഇതിന്റെ വില എങ്ങനെയാണ്, പിന്നെ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 10 ലക്ഷത്തിന് വീട് വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ചോ നമുക്കിത് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയാമോ? നമ്മളൊരു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന 2 ബ്രാൻഡ്സ് നമുക്കുണ്ട്, സ്പാർക്ക്, റോക്ക്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ സ്പാർക്കിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇത് 0.50 mm തിക്നെസ് വരുന്നതാണ് സ്പാർക്ക്. നമുക്ക് 125 രൂപ സ്ക്വയർ ഫീറ്റിന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 125 രൂപ? അതെ അതെ. 125 അത് സ്പാർക്ക് എന്ന് പറയുന്നത് 0.50 mm തിക്നെസ് വരുന്നത്. നമുക്ക് സ്പാർക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ 125 രൂപ നമുക്ക് അതിൽ കുറഞ്ഞതുണ്ട്. അത് പറയുന്നതാണ് റോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഒന്ന് കാണിക്കാമോ അത്? അതെ, ഇത് നമുക്ക് റോക്കിൽ വരുന്ന ക്ലാസിക് ഡിസൈൻ ആണ്. 2 ഡിസൈൻ അവൈലബിൾ ആണ്, അത് ഞാൻ പറയാം. ഇതാണ് വെറും 110 രൂപ വിലയുള്ള ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഷീറ്റിന്റെ പ്രത്യേകത? കാര്യം ഇത് അഫോർഡബിൾ ആണല്ലോ, 110 സ്ക്വയർ ഫീറ്റ് ആർക്കും മേടിക്കാൻ കഴിയുന്ന. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ബ്രാൻഡ് നമ്മൾ റോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത് റോക്ക്. അതെ, ഇത് നമുക്ക് തിക്നെസ് വരുന്ന 0.45 mm തിക്നെസ് വരുന്നതാണ്. സാധാരണ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾക്ക് ഇത്രയും തിക്നെസ് ഇല്ല. നമ്മൾ മാർക്കറ്റ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. ഒരു 0.37 തൊട്ട് നമുക്ക് തിക്നെസ് കിട്ടും. 0.45 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ ഡിജിറ്റൽ ടെസ്റ്റർ ആണ്. ഇത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഇത് 0.45 mm തിക്നെസ് വരുന്നത് നമ്മൾ പ്രൂവ് ചെയ്ത ഷീറ്റ്സ് ആണ്. വേറെ കളേഴ്സ് ഉണ്ടോ ഇതിന്റെ? നമുക്ക് കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് 2 ഡിസൈൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലാസിക് മോഡലാണ് ഇത് വരുന്നത്. നമുക്ക് ക്ലാസിക് മോഡൽസ് ബ്ലാക്ക്, ഗ്രീന്, ഓടിന്റെ ഡിസൈൻ. അതെ, ഓടിന്റെ ഡിസൈൻ നമ്മുടെ ക്ലാസിക് ഡിസൈൻ. കളേഴ്സ് നമുക്ക് 6 കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഡിസൈനിൽ തന്നെ. നമ്മുടെ റോക്കിൽ വരുന്നു. അതുപോലെ നമുക്ക് വരുന്ന വേറെ ഡിസൈൻ ആണ് ഷിംഗിൾസ് മോഡൽ. ഷിംഗിൾസ് ഡിസൈൻ വരുന്നു. ഇതും റോക്കിൽ വരുന്നതാണ്. 110. ഡിസൈനും കളറും നമുക്ക് റേറ്റ് മാറുന്നില്ല. 110 രൂപ സ്ക്വയർ ഫീറ്റ് തന്നെ പോകുന്നു. ഇതും റോക്ക് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. 0.45. അതെ, ഇതിന്റെ മോഡൽ നമ്മൾ കത്തിച്ച് എല്ലാം ചെയ്ത് നോക്കിയത്. സംശയമൊന്നുമില്ലല്ലോ. 110 രൂപയുടെ പ്രോഡക്റ്റ് ആണ് നേരത്തെ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. അതെ അതെ. 110 രൂപയ്ക്ക് ചോദിച്ചാൽ ഇത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ 125 മറ്റേ സംശയമൊന്നുമില്ല. നോക്കിക്കോളൂ, സ്റ്റോൺ ഒന്നും അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. പാച്ചസ് വരുന്ന ഡിസൈൻ വരുന്നുണ്ട്, സിംഗിൾ കളേഴ്സും വരുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ റോക്കിൽ വരുന്നതാ. ഇതിങ്ങനെ പാച്ചസ് വരുന്നു, ബ്ലാക്കിൽ ഗ്രേ വരുന്നു. നമുക്ക് രണ്ടും ഒരുപോലെ പോകുന്നത്. എന്നാലും മോഡേൺ വീടുകൾക്ക് കൂടുതൽ പോകുന്നത് സിംഗിൾ ടൈപ്പാണ്. അതെ അതെ, സിംഗിൾ ഒരു മോഡേൺ ലുക്ക് തരുന്നുണ്ടല്ലോ. അതിനിങ്ങനെ പാച്ചസ് ഡിസൈനും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ കളേഴ്സ് ആയിട്ട് വരുന്ന മോഡൽസും ഉണ്ട്. ഷിംഗിൾസിൽ തന്നെ സിംഗിൾ കളർ വരുന്നു. അതെ അതെ, പാച്ചസ്
പാച്ചസ് വരുന്നെങ്കിൽ ബ്ലൂ ബ്ലാക്ക് പാച്ചസ് വരുന്നുണ്ട്, ബ്ലാക്ക് ഗ്രേ പാച്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം പാച്ചസ് വരുന്നതാ. നമുക്ക് സിംഗിൾ കളേഴ്സ് വരുന്നത് നമുക്ക് റോക്കിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ റേറ്റിൽ എല്ലാ കളേഴ്സും അതിലും ഉണ്ടല്ലോ. അതെ അതിലും ഉണ്ടാവും. അടുത്ത ബ്രാൻഡ് ഏതാ? റോക്ക് അല്ലാതെ? അതെ, നമുക്ക് അടുത്ത് വരുന്ന ബ്രാൻഡ് സ്പാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതും ഇതുപോലെ തന്നെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ വില പറയാതെ? വില നമുക്ക് വരുന്ന 125 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നു. ഇതിന്റെ പ്രത്യേകത 0.50 mm ആണ് തിക്നെസ് വരുന്നത്. 0.50 mm തിക്നെസ് വരുന്നു. അത് നമ്മള് വേറെ ഒരുപാട് കമ്പനീസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. ഇതിന്റെ നമ്മൾ തിക്നെസ് നമ്മൾ മെഷർമെന്റ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു 0.50 എന്ന് പറയുന്നത് അക്യൂറേറ്റ് ആയിട്ട് 0.50 mm തിക്നെസ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട്. അത് വേറെ ഏത് വെച്ചിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി എന്ന് പറയുന്നത് അലൂസിംഗ് ആണ് നമ്മുടെ ഷീറ്റ്സ് വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ഷീറ്റിന് അലുമിനിയം കണ്ടന്റ് കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തുരുമ്പ് ഒട്ടും നമുക്ക് തുരുമ്പ് പിടിക്കില്ല. സി ഏരിയയിൽ യൂസ് ചെയ്യാൻ ഒരുപാട് പോകുന്നത് ഈ മെറ്റീരിയൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സി ഏരിയയിൽ നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള ഭംഗിയുള്ള വീടുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സി ഏരിയയിൽ ഒരു പ്രത്യേകത. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഗ്യാരണ്ടി തരികയാണ്. അതായത് സി ഏരിയയിൽ ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് വർഷങ്ങളോടെ നമുക്ക് ഒരു കുഴപ്പം കൂടാതെ യൂസ് ചെയ്യാം. വർഷങ്ങളെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 50 വർഷത്തെ വാറണ്ടി. 50 വർഷത്തെ വാറണ്ടി വിത്ത് കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒരു കമ്പനിക്കും തരാൻ പറ്റാത്ത വാറണ്ടി തരാൻ പോകുന്നത് 50 വർഷത്തെ കാർഡ് വാറണ്ടി തരാൻ പോകുന്നത്. ഇതും 0.50 ഇതിന്റെ കളേഴ്സ് ഏതൊക്കെയാ? കളേഴ്സ് അവൈലബിൾ നമുക്ക് സിംഗിൾ ഷേപ്പിൽ നേരത്തെ റോക്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാച്ചസ് ആയിട്ട് വരുന്നതും സിംഗിൾ ആയിട്ട് വരുന്ന കളേഴ്സ് 7ഓളം കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അതെ സിംഗിൾസ് മോഡലില് ഏകദേശം 10ഓളം കളേഴ്സ് നമുക്ക് ക്ലാസിക് മോഡലിലും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ എല്ലാവിധ ആക്സസറീസും ഇതിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സസറീസ് എന്ന് വെച്ചാൽ ഇതിൽ വരുന്നതാണ് റിഡ്ജസ്, ബാർജ്, വാലി ട്രേ. അതായത് ഇതിന്റെ സ്ട്രക്ചറിംഗിൽ വരുന്നതാ എല്ലാ ആക്സസറീസും നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി, അതായത് നമുക്ക് സാധാരണ ഒരു വീട് വെക്കുമ്പോൾ ഈ പറഞ്ഞ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബഡ്ജറ്റ് ആവും. അതെ ബഡ്ജറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ആളുകൾ ഇത്തരം ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് ചൂസ് ചെയ്യണം? അതെ ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് ഒത്തിരി നമുക്ക് ഈ എം സാൻഡ് അതിന്റെ ഷോർട്ടേജ് ഇപ്പൊ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വേണ്ട. കോൺക്രീറ്റ് വേണ്ട. നമുക്ക് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് സ്ട്രക്ചർ ചെയ്ത് നമുക്ക് റൂഫ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽ നമുക്ക് റൂഫ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്? ഇത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്? അതെ, നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് നമുക്ക് 3 ഗോഡൌൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ ആലുവ വരുന്നു, പിന്നെ ജയ്പൂർ, ഡൽഹി, അങ്ങനെ 3 നമുക്ക് വലിയ എല്ലാ സ്റ്റോക്കുള്ള ഗോഡൌൺ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓൾ ഓവർ കേരളം നമ്മൾ എല്ലായിടത്തേക്കും നമ്മൾ ഡെലിവറി പോകുന്നുണ്ട്. സ്പോട്ട് ഡെലിവറി എവിടെ വേണമെങ്കിലും. ഇൻ ദ സെൻസ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ സ്പോട്ട് ഡെലിവറി കൊടുക്കുക. നമുക്ക് എല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതെ, നമ്മൾ അറേഞ്ച് ചെയ്ത് സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ. ഇതൊരു സ്ക്രൂയിങ് സിസ്റ്റം, ലോക്ക് ആൻഡ് സ്ക്രൂയിങ് സിസ്റ്റം വരുന്നത്. റൂഫിംഗ് ഷീറ്റ് പോലെയല്ല, എല്ലാ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് വർക്കേഴ്സ്. നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. വർക്കേഴ്സിനെയും കൂടെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നു ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന വീട് വെക്കാൻ ആഗ്രഹമുള്ള ആളുകളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊക്കെ ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല അടിപൊളി നമ്മൾ നല്ല പുതിയ മോഡൽ ഡിസൈനുള്ള വീട് കാണാറുണ്ട്. നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സമയം പാഴാക്കാതെ നമുക്ക് വെറും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 7 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. വീടിന് ഭംഗിയുണ്ട്, ഉറപ്പുണ്ട്. ഇവർ പറഞ്ഞ 50 വർഷം ഗ്യാരണ്ടി തരാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ ഈ ലീക്കേജിന്റെ പ്രശ്നം ഉണ്ടാവും. അതിന്റെ ഈ മെറ്റീരിയൽ ഈ എംസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് കാലതാമസവും ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. വേസ്റ്റ് കൊണ്ട് കളയാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് ഇതിന്റെ ഒക്കെ. പക്ഷെ ഇതാകുമ്പോൾ ഒരു വേസ്റ്റും വരുന്നില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച വീട് ബഡ്ജറ്റിലും താഴെ, നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലും താഴെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയോ? അതായത് നമുക്കറിയാം ഇത്തരം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ചെയ്ത ആളുകൾക്ക് അറിയാം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താൽ 60 ദിവസം കാത്തിരിക്കണം കിട്ടാനായിട്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഇവരുടെ ഓഫീസിലേക്ക് വരിക, സാധനം കണ്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്ത് അപ്പം തന്നെ സാധനമായിട്ട് പോവാം. ഓൺ ഡെലിവറിയാണ്. അത്രയേറെ ഫാസ്റ്റ് ആണ് ഈ ഒരു കമ്പനി കാര്യങ്ങൾ ചെയ്യുന്നത്. സ്നേഹ, നമ്മുടെ കമ്പനിയുടെ പേരും ഡീറ്റെയിലും ഇതെങ്ങനെ കസ്റ്റമേഴ്സിന് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ. നമ്മുടെ കമ്പനി മാസ്റ്റർ ഓഫ് കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് കൊച്ചി വൈറ്റില തൈക്കുടത്താണ് ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത്. ഗോഡൌൺ നമുക്ക് കേരളത്തിലുള്ളത് ആലുവയിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെങ്കിലോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക.